السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في دورة ثانية من دروس اللغة العربية لغير الناطقين بها. അറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ 2ാം സെമസ്റ്ററിലാണ് നാം ഉള്ളത്. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയുടെ കീഴിലാണിത് നടന്നു വരുന്നത്. كيف حالكم وكيف دراستكم؟ بخير. هل تدرسون جيدا؟ جيد. وأحوالكم وصحتكم؟ الحمد لله. كلكم طيبين أو طيبون؟ ഡൗട്ടൊന്നുമില്ല. هل عندكم أي سؤال؟ هل عندكم سؤال أو أي سؤال؟ ചോദ്യമൊന്നുമില്ല, ചില മാത്രമേ ഉള്ളൂ. ചോദ്യമൊന്നുമില്ലെങ്കിൽ 2 കാര്യമാണ്. ഒന്ന് നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്നായിരിക്കാം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പോകുന്നില്ലെന്നാണ്. ഞാൻ നന്നായിട്ട് പഠിക്കുന്നതുകൊണ്ടാണ് സംശയമില്ലാത്തതെന്ന് വിചാരിക്കും. സംശയലേശം തന്നെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പാഠം കഴിഞ്ഞു? 28 കഴിഞ്ഞു. 29. ഇന്ന് 29 തുടങ്ങണം. 28 കഴിഞ്ഞു. 29 തുടങ്ങണോ 30 തുടങ്ങണോ? 29. 29 ആണ്. ഓക്കെ, 29 തുടങ്ങിക്കളയാം. അപ്പോ ഇതുവരെ നമ്മൾ ക്രിയകൾ പഠിച്ചിരുന്നു. ഓരോ ക്രിയകളും പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോ ഇനം ക്രിയകളും പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് ഒരിക്കൽ കൂടി നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. പറഞ്ഞ കാര്യങ്ങൾ ഒന്ന്, അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐമൻ ഐമൻ ആരാ? ഐമൻ ഒന്ന് മിണ്ടു കേട്ട ആരാണെന്ന്. ഐമൻ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിച്ചിട്ടുള്ള ആളാണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിക്കാനാണെങ്കിൽ നമുക്ക് എല്ലാവരും പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് പറയാൻ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. അതായത് നമ്മള് ഒരു ക്രിയ പറഞ്ഞാൽ ആ ക്രിയ നമ്മൾ 3 അക്ഷരമുള്ള ക്രിയ ആണെങ്കിൽ ആ ക്രിയകളെ 7 ഗ്രൂപ്പുകളായി, പ്രധാനമായും 7 ഇനങ്ങളായി തിരിക്കാം. 7 ഇനങ്ങളായി തിരിക്കാം. ഈ 7 ഇനങ്ങൾ നമ്മൾ 7ആയിട്ട് തിരിച്ചില്ല, 7 ഇനങ്ങളായി തിരിക്കാം. 5 ഇനങ്ങളാണ് നമ്മൾ തിരിച്ചത്. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ 5 ഇനങ്ങളായിട്ടാണ് തിരിച്ചത്. 5 ഇനങ്ങളായിട്ട് തിരിച്ചത് എങ്ങനെയാണ്? ഒന്ന്, സുരക്ഷിതാക്ഷരങ്ങളുള്ള ക്രിയകൾ എന്ന് പറഞ്ഞാൽ ഹംസില്ലാത്തതും ദീർഘാക്ഷരമില്ലാത്തതും ഷദ്ദില്ലാത്തതുമായ ക്രിയകൾ. ദീർഘാക്ഷരമൊന്നുമില്ല, ദുർബലാക്ഷരമില്ലാത്ത, ഹംസ്, ഷദ്, ദുർബലാക്ഷരം ഇവയില്ലാത്ത ക്രിയകൾ. അതാണ് സുരക്ഷിതമായ ക്രിയകൾ എന്ന് പറയുന്നത്. സാലിം, സലീമ എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായി. സാലിം അതെന്താണ്? സുരക്ഷിതനാണ്. ഏതിൽ നിന്നൊക്കെ സുരക്ഷിതമാണ്? ഹംസ്, ഷദ്, ദുർബലാക്ഷരം. ഹംസ്, ഷദ്, മദ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ വജതയിൽ മദ്ദല്ല എന്നാണ്. മദ്ദിന്റെ ഹർഫ് 2 രീതി ഉപയോഗിക്കും. ഒന്ന് ചിലപ്പോൾ യാക്കും വായിക്കും ഫത്തയും കസറും വരാം. അല്ല, ഫത്ത് ഹർക്കത്തുകൾ വരാം. ചിലപ്പോൾ ദീർഘായിട്ടും വരും.
യഖൂലു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വാവ് ദീർഘമായിട്ടാവുന്നു. അപ്പോ കാല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അലിഫായിട്ടാവുന്നത്, ഒരു ദീർഘമാണ്. ദുർബലാക്ഷരം എന്ന് പറയാം. അപ്പൊ ഹംസ് ദുർബലാക്ഷരമാണ് ആദ്യം വരും. ദുർബലാക്ഷരങ്ങൾ ഹംസ് ഷെഡ്, ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു കളവാം. ഇത് മൂന്നും ഇല്ലാത്ത ക്രിയകളെ എന്ന് പറയുന്നു സാലിമായ ക്രിയകൾ എന്ന് പറയും, സുരക്ഷിതമായ ക്രിയകൾ എന്ന് പറയും. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സുരക്ഷിതം എന്ന് പറഞ്ഞാൽ ഹംസ് ഹംസ് ദുർബലാക്ഷരം ഷെഡ് ഇവയിൽ നിന്നും സുരക്ഷിതമായ ക്രിയകൾ. രണ്ടാമത്തെ ഇനം ഹംസ പിന്നെ സുരക്ഷിതമായ ഏതിൽ നിന്നൊക്കെയാണ് സുരക്ഷിതം എന്ന് പറഞ്ഞത്? സുരക്ഷിതം. രണ്ടാമത്തെ ഇനം ഹംസുള്ള ക്രിയകൾ. പിന്നെ ഏതിൽ നിന്നും സുരക്ഷിതം? ദുർബലാക്ഷരം ഹംസിൽ നിന്നും സുരക്ഷിതം, പിന്നീട് ഷെദ്ദിൽ നിന്നും സുരക്ഷിതം. അപ്പൊ ഷെദ്ദുള്ള ക്രിയകൾ, മൂന്നക്ഷരത്തിൽ ഷെദ്ദുള്ള ക്രിയകൾ എങ്ങനെയാണ്? മൂന്നക്ഷരമുള്ള ഷെദ്ദുള്ള ക്രിയ പറഞ്ഞ് സബ്ബഹ അല്ല കേട്ടാ, ഒക്കെയാണ് മൂന്നക്ഷരത്തിൽ ഷെദ്ദുള്ള ക്രിയകൾ. മൂന്നക്ഷരത്തിൽ ഷെദ്ദുള്ള ക്രിയ എന്ന് പറഞ്ഞാൽ രണ്ടക്ഷരം ഒരേപോലെയുള്ളതാണ് എന്നർത്ഥം. രണ്ടെണ്ണേ കാണുള്ളൂ. ഒന്ന് ഒരക്ഷരം ഒരേ ഷെദ്ദുണ്ടാവും. അതാണ് മൂന്നക്ഷരത്തിൽ ഷെദ്ദുള്ള ക്രിയ എന്ന് പറയുന്നത്. രണ്ടക്ഷരേ കാണുള്ളൂ. അപ്പോ ഒന്ന് സാലിം, രണ്ട് ഹംസുള്ള ക്രിയ, മൂന്ന് ഷെദ്ദുള്ള ക്രിയ, നാലാമത്തെ നാലാമത്തെ ദുർബലാക്ഷരമുള്ള ക്രിയകൾ. ഇതാണ് പ്രധാന കാറ്റഗറി. ഒന്നാമത്തെ സുരക്ഷിതാക്ഷരങ്ങളുള്ള ക്രിയകൾ, രണ്ട് ഹംസുള്ള ക്രിയകൾ, മൂന്ന് ഷെദ്ദുള്ള ക്രിയ. നാലാമത്തേത് ദുർബലാക്ഷരമുള്ള ക്രിയകൾ. ഒന്ന് സുരക്ഷിതാക്ഷരമുള്ള ക്രിയ, രണ്ട് ഹംസുള്ള ക്രിയ, മൂന്ന് ഷെദ്ദുള്ള ക്രിയ, നാല് ദുർബലാക്ഷരമുള്ള ക്രിയകൾ. ദുർബലാക്ഷരമുള്ള ക്രിയകളെ എ ബി സി ഡി എന്ന് കാറ്റഗറൈസ് ചെയ്യാം. നമ്മൾ പഠിച്ചത് എ ബി സി കാറ്റഗറിയാണ്. ഒന്ന് ആദ്യത്തിൽ ദുർബലാക്ഷരമുള്ള ക്രിയ, രണ്ട് മധ്യത്തിൽ ദുർബലാക്ഷരമുള്ള ക്രിയ, മൂന്ന് അവസാനത്തിൽ ദുർബലാക്ഷരമുള്ള ക്രിയ. ഇത്രയും നമ്മൾ അണ്ടർസ്റ്റാൻഡിംഗ് റാലിൽ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ വക്ക യക്കി എന്ന് വന്ന ക്രിയയുടെ പേരൊന്നും പഠിച്ചിട്ടില്ല, ഇനങ്ങളൊന്നും പഠിച്ചിട്ടില്ല. അപ്പൊ അത് ഇവിടെ പറയും, പാടത്ത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പറയാം. ഇത്തരം കാര്യം ഓർമ്മിച്ചേക്കുക. ഇതാണ് പ്രധാന കാറ്റഗറി. ഒന്ന് സുരക്ഷിതാക്ഷരങ്ങളുള്ള ക്രിയകൾ, രണ്ട് ഹംസുള്ള ക്രിയകൾ, മൂന്ന് ഷെദ്ദുള്ള ക്രിയകൾ, നാല് ദുർബലാക്ഷരമുള്ള ക്രിയകൾ. നാലാമത്തേതിന് എന്ത് ചെയ്യാം? വീണ്ടും ഇനങ്ങൾ തിരിക്കാം. ഒന്ന് തുടക്കത്തെ ദുർബലാക്ഷരമുള്ള ക്രിയ, രണ്ട് മധ്യത്തെ ദുർബലാക്ഷരമുള്ള ക്രിയ, മൂന്ന് അവസാനത്തെ ദുർബലാക്ഷരമുള്ള ക്രിയ. പിന്നെയും അതിനെ ഇനങ്ങളായി തിരിക്കാം. ഒന്നിലധികം ദുർബലാക്ഷരമുള്ള ക്രിയകൾ, വക്കായക്കയിൽ ഒന്നിലധികം ദുർബലാക്ഷരമുണ്ട്. അതിവിടെ അങ്ങോട്ട് പാഠത്തിന് വായിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു. എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞാൽ നമുക്ക് ഓർമ്മിച്ചിരിക്കാൻ പാടാണ്. അപ്പോ അത് മുദരിസ് ഹജജിത യാ മസ്ഊദ്, ഹജജിത ലനൻത എന്ന് പറഞ്ഞതുപോലെയാണ്. ലനൻത എന്ന് പറഞ്ഞത്. അപ്പൊ ലനൻത എന്ന് പറഞ്ഞാല് അതിന്റെ ഒന്നാമത്തെ രൂപം എന്തായിരിക്കും? അപ്പൊ ഹജജിത എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ രൂപം ലന്ന യദുല്ലു പോലെയാണ്. ഹജ്ജ എങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ അപൂർവ ക്രിയ? ഹജ്ജയുടെ ഹജ്ജ യഹുജ്ജ്. അപ്പൊ ആ ഹജജിത യാ മസ്ഊദ്, മസ്ഊദ് നീ ഹജ്ജ് ചെയ്തായിരുന്നു? മസ്ഊദ് ലാ യാ ഉസ്താദ്, ലാ യാ ഉസ്താദ്, ഇല്ല ഉസ്താദ്. ഹജ്ജ സുമലാഇ. അപ്പൊ ഹജ്ജ സുമലാഇ ക്രിയ ആദ്യം വന്നതുകൊണ്ട് ബഹുവചനമാക്കിയില്ല. ഹജ്ജ സുമലാഇ, എന്റെ ക്ലാസ്മേറ്റ് എല്ലാം ഹജ്ജ് ചെയ്തു. കുല്ലുഹും, ഓൾ ഓഫ് ദം. വലാകിന്നനി, പക്ഷേ ഞാൻ. ലാകിന്നി എന്ന് പറയാം, ലാകിന്നനി എന്ന് പറയാം.
ലാക്കിന്നനി പക്ഷെ ഞാൻ മാ ഹജ്ജജിത്തു ഹജ്ജ് ചെയ്തില്ല. ഞാൻ ഹജ്ജ് ചെയ്തില്ല. അപ്പൊ ഹജ്ജജിത്തയും വന്നു, ഹജ്ജജിത്തുവും വന്നു. മരിൽതു അയ്യാമൽ ഹജ്ജി ഫബഖീതു ഹുന ബിൽ മദീനത്തിൽ മുനവ്വറ. അപ്പൊ അവിടെ യൂണിവേഴ്സിറ്റി പഠിക്കാൻ വന്ന ആള് എന്തായാലും മദീന യൂണിവേഴ്സിറ്റിയിലെത്തി, അല്ലെങ്കിൽ ഇസ്ലാമിക ദേഹത്തിലെത്തി. അവിടെ വന്നാൽ പിന്നെ ഹജ്ജ് ചെയ്യാതെ പോകുന്നത് എന്തല്ല ഉചിതമല്ലല്ലോ. അങ്ങനെ ഹജ്ജ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ചോദിച്ചത്. അപ്പൊ പറഞ്ഞു എന്റെ ക്ലാസ്മേറ്റ്സ് എല്ലാം ഹജ്ജ് ചെയ്തു, പക്ഷെ എനിക്ക് എന്താ പറ്റി? മരിൽത്തു, ഞാൻ രോഗിയായി. അയ്യാമൽ ഹജ്ജി, ഹജ്ജിന്റെ ദിവസങ്ങളിൽ. ഫബഖീതു, ബഖീതു ഞാൻ ബാക്കിയായി, ഞാൻ ശേഷിച്ചു. ഹുന ഇവിടെ ബിൽ മദീനത്തിൽ മുനവ്വറത്തി, മദീന മുനവ്വറയിൽ. ഇവിടെ മദീന മുനവ്വറയിൽ തന്നെ ഞാൻ തങ്ങി കേട്ടോ. ബഖീതു അൽ മുദരിസ് ലാ തഹ്സൻ. ഇംഗ്ലീഷിൽ എന്ത് പറയും? ഡോണ്ട് വറി. ഈ അയ്യാമൽ ഹജ്ജ എന്ന് പറഞ്ഞത് സമയം പറഞ്ഞിട്ടുണ്ടല്ലേ? അതുകൊണ്ടാണ് അയ്യാമ എന്ന് പറഞ്ഞത്. ലർഫ് എന്ന് പറയും കേട്ടാ. ഇപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കില്ല, അത് നമ്മൾ പറയും. ഇപ്പൊ നമ്മൾ അങ്ങനെ വായിച്ചു മനസ്സിലാക്കിയാണ്. അയ്യാമ അൽയൗമ അക്മൽതു ലക്കും എന്ന് പറഞ്ഞു. അതേപോലെ അതേസമയം ദാലിക്കൽ യൗമുൽ ഹഖ് എന്നാണ്. അപ്പൊ അത് വേറെ. അൽ യൗമ എന്ന് പറഞ്ഞാൽ അതേ ദിവസം, അയ്യാമൽ ഹജ്ജ്. ബഖീതു ഹുന ബിൽ മദീനത്തിൽ മുനവ്വറത്തി അൽ മുദരിസ് ലാ തഹ്സൻ. വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട. സതഹജ്ജുൽ ആമൽ മുഖ്ബിൽ ഇൻഷാ അല്ലാഹ്. ആമൽ മുഖ്ബില ഇൻഷാ അല്ലാഹ്. സതഹജ്ജു. അപ്പോ തഹജ്ജു എന്ന് വന്നപ്പോ നമുക്ക് മനസ്സിലായി ഹജ്ജ യഹജ്ജു എന്നാണ് അപൂർണക്രിയ. ഹജ്ജ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തീർത്ഥാടനം നടത്തി. തീർത്ഥാടനം നടത്തി. ഇത്തമറ എന്ന് പറഞ്ഞാലും അതേ അർത്ഥം തന്നെയാണ്. ഉംറ ചെയ്തു. ഉംറ എന്ന് പറഞ്ഞാലും ഹജ്ജ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. പക്ഷേ സാങ്കേതികമായിട്ടും ഇസ്ലാമിക് ടെർമിനോളജി അനുസരിച്ച് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഫർളായ ഹജ്ജ് ചെയ്തു. ഇത്തമറ എന്ന് പറഞ്ഞാൽ ഉംറ ചെയ്തു. അങ്ങനെ. അതുകൊണ്ടാണ് ഹജ്ജിന് ഹജ്ജുൽ അക്ബർ എന്ന് പറയും, ഹജ്ജുൽ അസ്ഗർ എന്നും പറയും. ഹജ്ജുൽ അക്ബർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഹജ്ജ്. ഹജ്ജുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ ഉംറ. അപ്പൊ യൗമൽ ഹജ്ജുൽ അക്ബർ എന്ന് ഖുർആനിൽ വായിച്ചിട്ടില്ലേ? അതെന്താണ് ഹജ്ജുൽ അക്ബർ? ഹജ്ജുൽ അക്ബർ എന്ന് പറഞ്ഞാൽ ഈ പൂർണ്ണമായ ഹജ്ജ് എന്നാണ്. ഹജ്ജ് മാസത്തിൽ നടത്തുന്ന അറഫയിലെ നൃത്തം അടക്കമുള്ള മിനയിലെ അറഫയിലെ നൃത്തവും മിനയിലെ രാപ്പാർക്കലും എല്ലാം അടങ്ങുന്ന, ഈ യംറയിലെ എറിയും എല്ലാം അടങ്ങുന്ന ഹജ്ജ് ഹജ്ജുൽ അക്ബർ എന്ന് പറയും. ഹജ്ജുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ എഹ്റാമും തവാഫും സാരിയും മുടിമുറിക്കലും മാത്രം. ഖുർആനിൽ അങ്ങനെ വന്നിട്ടുള്ളൂ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് രണ്ടും പര്യായപദങ്ങളാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാലും എഴുത്തമറ എന്ന് പറഞ്ഞാലും പര്യായപദങ്ങളാണ്. പക്ഷേ രണ്ടും രണ്ടർത്ഥത്തിൽ തന്നെ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവൻ ഹജ്ജൽ ബൈത്ത അവി എഴുത്തമറ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹജ്ജ സുമല. അപ്പൊ എന്താ ഇവിടെ ബഖീതു ഹുന ബിൽ മദീനത്തി സതഹജ്ജു അൽ ആമൽ മുഖ്ബില ഇൻഷാ അല്ലാഹ്. യു ക്യാൻ യു വിൽ എന്താ പറയാ, you will perform the hajj. നീ ഹജ്ജ് ചെയ്യും. അൽ ആമൽ മുഖ്ബിൽ. ആമൽ മുഖ്ബിൽ എന്ന് പറഞ്ഞാൽ വരുന്ന വർഷം. അടുത്ത വർഷം നമുക്ക് മലയാളത്തിൽ പറയാം, പക്ഷെ ശരിക്കും മീനിങ് മുഖ്ബിൽ, വരുന്ന. ഇൻഷാ അല്ലാഹ്. തമുറു സനത ബിസുർഅത്തിൻ. തമുറു
അപ്പൊ തമറുവിന്റെ മാള് എന്തായിരിക്കും? മറയമുറു മറ. മറയമുറു എന്താ അർത്ഥം? തവണ ഓടിപ്പോ നടന്നു. നടന്നു. അപ്പൊ ഇവിടെ കടന്നു പോകുന്നു എന്നർത്ഥം. കടന്നു പോകും. തമറു സനത്തു, വർഷം കടന്നു പോകും. ബിസുറാത്തിൻ, വേഗത്തിൽ. സനത്തിന് ശബ്ദമുണ്ടോ? സീനും ശബ്ദമുണ്ട്. സനത്ത് അലിഫ്ലാമുള്ളതുണ്ട്. അസ്സനത്തു, തമറുസ്സനത്തു. അസ്സനത്തു എന്നല്ലേ? തമറുസ്സനത്തു, വർഷം കടന്നു പോകും. ബിസുറാത്തിൻ, വേഗത്തിൽ. മസ്ഊദ് അഹജജ്ത അൻത യാ ഉസ്താദ്, ഉസ്താദ് നിങ്ങൾ ഹജ്ജ് ചെയ്തായിരുന്നു? المدرس لا لم أحج لم أحج. അപ്പോ ലം വന്നാൽ എന്ത് ചെയ്യണം? അവസാനത്തേന് നസ്ബ് എന്നാരാ പറഞ്ഞു? ജസ്മ്. സീനല്ല, ജസ്മ്. ജസ്മിയാണ്. അപ്പൊ എന്തായി? അവസാനത്തേന് അടയാളമാണ് വരിക, സുക്കൂനല്ല ഉള്ളത്, ശബ്ദമുള്ളതാകുമ്പോഴേ. നന്നയുടെ കൽപ്പന എന്താ? നുന്ന എന്നാണ്. നുന്ന എന്നാണ് അതിന്റെ കൽപ്പന. അപ്പൊ 3 അക്ഷരത്തിൽ ശബ്ദമുള്ള അക്ഷരം വന്നാൽ നുന്ന എന്ന് കൽപ്പന. കെട്ടഴിച്ചിട്ടും പറയാം. അതിവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം നമുക്ക് കേട്ടോ. ശബ്ദം അഴിച്ചിട്ടും നമുക്ക് കൽപ്പനക്രിയ ഉണ്ടാക്കാം. അതിവിടെ പറയുമെന്നെങ്കിൽ നമുക്ക് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് അത് സ്കിപ്പ് ചെയ്യാം. ലം അഹുജ്ജ ഹാദൽ ആം, ഈ വർഷം ഞാൻ ഹജ്ജ് ചെയ്തില്ല. ലകിന്നനി ഹജജ്തു ഖബ്ല ഹാദാ 5 മർറാത്തിൻ. ലകിന്നനി, പക്ഷെ ഞാൻ, ഹജജ്തു ഖബ്ല ഹാദാ, ഇതിനു മുമ്പ്, 5 മർറാത്തിൻ. അപ്പൊ മറത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് എന്ത് ചെയ്തു? ഹംസ എന്ന പുല്ലിംഗം ഉപയോഗിച്ചു. മറാത്തിൻ എന്ന സ്ത്രീലിംഗ അല്ല, മറാത്തിൻ എന്ന ബഹുവചനം കെസ്റോട് കൂടി ഉപയോഗിച്ചു. ഓക്കെ, ഹംസ മറാത്തിൻ സ്ത്രീലിംഗ പദം. മറത്തിൻ, ഹംസ മറാത്തിൻ. അന അശമ്മു റായിഹതൻ കരീഹതൻ. അപ്പൊ അത് കഴിഞ്ഞു. ഹജ്ജിനെ കുറിച്ച് കാര്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇവിടെ ലം വന്നാൽ എങ്ങനെയാണ് ശബ്ദമുള്ള ക്രിയക്ക് ജസ്മ് ചെയ്യേണ്ടത് എന്ന് പറയാൻ വേണ്ടിയാണ് ഇവിടെ ലം അഹുജ്ജ എന്ന് ഉസ്താദ് പറഞ്ഞത്. ലം അഹുജ്ജ ഹാദല്ലയോ, ഞാൻ ഈ വർഷം ഹജ്ജ് ചെയ്തില്ല. അപ്പൊ ലം അഹുജ്ജ, അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അന അശമ്മു, അപ്പൊ വേറൊരു ക്രിയയാണ് അശമ്മു. ഷമ്മ യശമ്മു, ഷമ്മ യശമ്മു. എന്താണ്? വാസനിച്ചു. ഷമ്മ, വാസനിച്ചു. വാസനിച്ചു. അന അശമ്മു, എനിക്ക് വാസനിക്കുന്നു. റായിഹതൻ കരീഹതൻ. റായിഹത്ത് വാസന, ഗന്ധം. കരീഹത്ത് ബാഡ്, മോശമായ, വെറുപ്പുള്ള. എനിക്ക് മോശമായ ഒരു സ്മെല്ലടിക്കുന്നുണ്ട്. അമാ തഷമ്മൂന റായിഹത്തൻ യാ ഇഖ്വാനി, നിങ്ങൾക്കൊന്നും സ്മെല്ലടിക്കുന്നില്ലേ? അന അശമ്മു റായിഹത്തൻ കരീഹത്തൻ. അന അശമ്മു, ഞാൻ വാസനിക്കുന്നു. എന്തിനെ വാസനിക്കുന്നു? റായിഹത്തൻ, മഫ്ഊലുൻ ബിഹി മൻസൂബ്. റായിഹത്തൻ. കരീഹത്തൻ എന്താണ്? റായിഹത്തിന്റെ റായിഹത്തൻ കരീഹത്തൻ. അമാ തശമ്മൂന, നിങ്ങൾക്ക് വാസനിക്കുന്നില്ലേ? റായിഹത്തൻ അവിടെയും മഫ്ഊലുൻ ബിഹി ആയിട്ട്. യാ ഇഖ്വാനു, യാ ഇഖ്വാനു. മുനാദ
മുഫ്രദ്. അത്തുല്ലാബു ബല നശമ്മുഹ, നശമ്മു ഹാ. അപ്പൊ ഷമ്മ എന്ന എന്ത് വേണം? മഫൂലും ബിഹി വേണം. അതുകൊണ്ട് എന്ത് ചെയ്തു? നശമ്മു ഹാ, ഞങ്ങൾ അതിനെ വാസനിക്കുന്നു, ഞങ്ങൾക്കത് വാസനിക്കുന്നുണ്ട്. റായിഹത്തായതുകൊണ്ട് ഹാ എന്ന് ഉപയോഗിച്ചു. അൽ മുദരിസ്. അപ്പൊ ഷമ്മ യഷമ്മു എന്ന എന്ത് ക്രിയ? ശബ്ദമുള്ള ക്രിയ. അൽ മുദരിസ്. മിൻ ഐന ഹിയ, മിൻ ഐന ഹിയ. മിൻ ഐന ഹിയ എന്ന് പറയുന്നത് അതിന്റെ പൂർണ്ണമായ അടയാളങ്ങളോട് പറയുമ്പോഴാണ്. വഖഫ് ചെയ്ത് ഖുറാനൊക്കെ അനുസരിച്ച് തജ്വീദൊക്കെ അനുസരിച്ച് ചോദിക്കുകയാണെങ്കിൽ ഹി എന്ന് 2 ഹർക്കത്ത് നീറ്റാണ് പറയുന്നത്. സൂറത്ത് ബഖറയിലുണ്ട് മാ ഹി എന്ന് ചോദിച്ചു. മാ ഹി അതെന്താണ്? ഇവിടെ നമ്മൾ പൂർണ്ണമായും അടയാളം പറഞ്ഞ് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് മിൻ ഐന ഹിയ. അതെവിടെയാണ്? അത് എവിടെ നിന്നാണ്? വേർ ഈസ് ഇറ്റ് ഫ്രം? വേർ ഈസ് ഷീ ഫ്രം എന്നും ആകാം. അപ്പൊ ആ പെൺകുട്ടിയെ കുറിച്ച് പറയുമ്പോൾ ആ പെൺകുട്ടി എവിടെയുള്ള ആളാണെന്ന് ചോദിക്കണമെങ്കിൽ മിൻ ഐന ഹിയ എന്ന് ചോദിക്കണം. മിൻ ഐന അൻതെന്ന് ചോദിച്ചല്ലോ, നീ എവിടെ ഫ്രം, നീ എവിടെ നിന്നുള്ള ആളാണ്. അവൾ എവിടെ നിന്നുള്ള ആളാണെങ്കിൽ മിൻ ഐന ഹിയ എന്ന് ചോദിക്കാം. പക്ഷെ ഇവിടെ റായിഹത്ത് ആയതുകൊണ്ട് അത് എവിടെ നിന്നാണ്? അടുത്ത പേരെന്താ വായിക്കുക? അമ്ര. അപ്പൊ ഉമറാണെങ്കിൽ എന്താ എങ്ങനെ എഴുതും? ഉമറാണെങ്കിൽ വാ ഉണ്ടാവില്ല. ഈ 10 കസം നോക്കണ്ട, നമ്മൾ 10 കസം ഇല്ലെങ്കിൽ നമുക്ക് വായിക്കാൻ പറ്റും. അമ്ര. അലുൻഹ മിനൽ ഹമ്മാമി. ഞാൻ വിചാരിക്കുന്നത് അലുൻഹ, ഐ തിങ്ക് ഇറ്റ് ഈസ് മിനൽ ഹമ്മാം. ഫ്രം ദ ബാത്റൂം. ഹമ്മാം. അബ്ദുല്ലാഹി. قال عبد الله പറഞ്ഞു نعم هي من الحمام. yes it is from the bathroom. إن القمامة التي رماها أحد الناس سدت البالوعة. إن القمامة എന്താണ്? ഗാർബേജ്. കുമാമത്ത് ഗാർബേജ്. അലത്തി റമാഹ, അലത്തി വിച്ച് റമാഹ അതിനെ എറിഞ്ഞു. അഹദുന്നാസി. എന്താ അഹദുന്നാസ്? അഹദ് തുല്ലാബ് ആയിക്കോട്ടെ. നിങ്ങൾക്ക് വിഷമമല്ലാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നാസ് എന്ന് വായിച്ചത്. വിദ്യാർത്ഥികളിൽ ഒരാൾ. വിദ്യാർത്ഥികളൊന്നും പഠിക്കുന്നവരൊന്നും അത് എഴുതില്ലല്ലോ, അല്ലെ? വേസ്റ്റ് അറിയില്ലല്ലോ അങ്ങനെ. അതുകൊണ്ട് നമ്മളെ പുസ്തകത്തിൽ അഹദുൻ നാസ് ആക്കില്ല. അഹദുൻ നാസ് എന്ന് പറഞ്ഞാൽ സമ്പടി എന്ന് മലയാളത്തിൽ ഇംഗ്ലീഷിൽ പറയുന്നവരാ അഹദുൻ നാസ് എന്ന് പറയുമ്പോ. അതേസമയം അഹദ് തുല്ലാബ് എന്ന് പറഞ്ഞാലോ വൺ ഓഫ് ദ സ്റ്റുഡൻസ്. അഹദുൻ നാസ് എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദ പീപ്പിൾ എന്ന് പറയാൻ പറ്റില്ല. ജനങ്ങളിൽ ആരോ ഒരാൾ എന്ന അർത്ഥത്തിലാണ്. അതേപോലെ അഹദ് തുല്ലാബ് എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദ സ്റ്റുഡൻസ്, കുട്ടികളിൽ ഒരാൾ, സ്റ്റുഡൻസിൽ ഒരാൾ എറിഞ്ഞ ഉമാമത്ത് എന്ത് ചെയ്തു? സദ്ദത്തിൽ ബാലുഅത. സദ്ദ അടച്ചു. സദ്ദയുടെ രൂപഭേദങ്ങളൊക്കെ നമ്മൾ ഖുർആനിൽ വായിക്കാറുണ്ട്. ആലിമ്രാനിലൊക്കെ ഉണ്ടല്ലോ. തസുദ്ദൂന യസുദ്ദൂന ലിമ തസുദ്ദൂന അൻ സബീലില്ലാഹി. നിങ്ങൾ എന്തിനാണ് അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് തടയുന്നത്? അപ്പൊ സദ്ദ അടച്ചു, തടഞ്ഞു, സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ സദ്ദത്ത് അടച്ചു എന്ന് പറഞ്ഞ പണമടച്ചു എന്നതിനും സദ്ദ എന്ന വാക്ക് ഉപയോഗിക്കും. പൈസ അടച്ചു നമ്മൾ മലയാളത്തിൽ പൈസ അടച്ചു എന്ന് പറയുമല്ലോ. ഡോർ അടച്ചു എന്ന് പറയുന്നതിനും ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. പൈസ അടച്ചു എന്ന് വാക്കിനും അത് തന്നെ ഉപയോഗിക്കുന്നു. മലയാളത്തിൽ പറയുമ്പോൾ മാത്രം നമുക്ക് കോംപ്ലിക്കേഷൻ ഇല്ല. അറിവ് പറഞ്ഞ 2 വാക്ക് 2 അർത്ഥം വന്ന് എന്താണെന്ന് ചോദിക്കും. അപ്പൊ ഇതേ അർത്ഥത്തിൽ തന്നെ മലയാളത്തിൽ അറബിയിൽ ഉപയോഗിക്കും. ഇവിടെ എന്താണ്? അടച്ചതാണ്, ക്ലോസ് ചെയ്തു.
സദ്ദത്തിൽ ബാലുഅത്തു. ബാലുഅത്ത് ആ എന്താണ്? വേസ്റ്റ് പൈപ്പ്, ഡ്രെയിൻ, സിവർ, സ്യൂവേജ് എന്ന് പറയുമല്ലോ നമ്മള്. വേസ്റ്റ് പൈപ്പിനാണ് ബാലുഅത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആ വേസ്റ്റ് പൈപ്പ് എന്തായി? അടഞ്ഞുപോയി. സദ്ദത്തിൽ ബാലുഅത്ത. അപ്പൊ കുമാമത്ത് ആയതുകൊണ്ടാണ് സദ്ദത്ത് എന്ന് പറഞ്ഞത്. ഇന്നൽ കുമാമത്ത. അപ്പൊ കുമാമത്ത് മുൻകടന്നിട്ടുണ്ട്. ആ കുമാമത്തിലേക്ക് സൂചിപ്പിക്കുന്ന ഹിയ അതിനകത്തുണ്ട്, സദ്ദത്തിലുണ്ട്. സദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഹിയ സദ്ദത്ത് എന്നാണ്. ഹിയ സൂചിപ്പിക്കുന്നത് ഏതാണ് അടച്ചത്? കുമാമത്താണ് അടച്ചത്. എന്തിനെ അടച്ചു? ബാലുഅത്തിനെ അടച്ചു. അപ്പൊ ബാലുഅത്ത് എന്താണ്? മഫ്ഊലുൻ ബിഹി, അതിന്റെ കർമ്മമാണ്. അൽ മുദരിസ് മൻ അല്ലദീ ദഫഅ സബ്ബൂറത ഇലൽ ഖൽഫ്. മൻ അല്ലദീ ദഫഅ. ദഫഅ എന്താ? തള്ളി. അപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഡോറിൽ എഴുതിയിട്ടുണ്ടാവും ഇദ്ഫ. ഇദ്ഫ ദഫയുടെ കൽപ്പനയാണെങ്കിൽ ഇദ്ഫ. ഇദ്ഫ എന്ന് പറഞ്ഞാൽ എന്താ? പുഷ്. പുഷ്. അതിന്റെ അപ്പുറത്തെ സൈഡിൽ എഴുതിയിട്ടുണ്ടാവും ഇസ്ഹബ്. ഇസ്ഹബ് വലിക്കുക. ഇസ്ഹബ് വലിക്കുക. ദഫ തള്ളുക. സീനാണോ? ആ സാഹിബില്ലേ, അത് തന്നെ. സഹിബ എന്ന് പറഞ്ഞാൽ എന്താ? സഹവസിച്ചു. അപ്പൊ കൂടെ കൊണ്ടുപോകണം അങ്ങോട്ട്, വലിച്ചു കൊണ്ടുപോകാൻ. സഹിബ സഹവസിച്ചു എന്നല്ലേ? അങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നതാണ് ഇസ്ഹബ്. കൂടെ കൂട്ടിക്കൊന്നു. ഇസ്ഹബ്. അപ്പൊ നോക്കിയിട്ട് വേണം ഡോറിൽ ചെന്ന് മുട്ടാൻ. അവിടെ ചിലപ്പം അങ്ങോട്ട് ചിലപ്പം തള്ളിയാൽ തുറക്കില്ല. അവിടെ ഇസ്ഹബ് എന്ന് എഴുതിയിരിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? വലിക്കണം. ഓക്കെ. അപ്പോ എന്താണ്? മനില്ലദീ ദഫഅ സബ്ബൂറത. സബ്ബൂറത്ത് എന്താ? ബോർഡ്. ബോർഡ്, റൈറ്റിംഗ് ബോർഡ്. ഇലൽ ഖൽഫ്. ഖൽഫ് എന്താ? ബാക്കില്. പിൻഭാഗം എന്നാണ് കേട്ടോ. ബാക്ക് സൈഡ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് വെള്ളക്കാരൻ പറഞ്ഞത്. ശരീരത്തിന്റെ പിൻഭാഗത്തിനാണ് ബാക്ക് സൈഡ് എന്ന് ഉപയോഗിക്കുന്ന പറഞ്ഞത്. അതല്ലെങ്കിൽ ചെയ്യണം? ബിഹൈൻഡ് എന്ന വാക്ക് ഉപയോഗിക്കണം. ദഫഅ സബ്ബൂറത ഇലൽ ഖൽഫ്. ആരാണ് പിന്നിലേക്ക് സബ്ബൂറത്തിനെ തള്ളിയത്? ഈ ദഫഅ എന്ന് പറഞ്ഞത് നമ്മൾ ശ്രദ്ധ എന്ന് പറഞ്ഞപ്പോ എന്താണ്? ശ്രദ്ധ പണമടച്ചു എന്നുള്ളതിന് ശ്രദ്ധ വഹിക്കുന്നു. ദഫഅ എന്ന വാക്കും പണമടച്ചു എന്നുള്ള ഉപയോഗിക്കും. ദഫഅ എന്ന് പറഞ്ഞാൽ തള്ളി. അപ്പൊ പണം അങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് തള്ളി. അപ്പം പണം വിഡ്രോ ചെയ്യുന്നതിനോ? ദഫയുടെ ഓപ്പോസിറ്റ് എന്താ പഠിച്ചത് നമ്മള്? ദഫയുടെ ഓപ്പോസിറ്റ് എന്താ പറയും? സഹിബ. സഹിബ. അപ്പൊ സഹിബ പിൻവലിച്ചു, വിഡ്രോ ചെയ്തു. ദഫ അടച്ചു, സഹിബ പിൻവലിച്ചു. ഓക്കെ. ദഫഅ സബ്ബൂറത ഇലൽ മൻ അല്ലദീ ദഫഅ സബ്ബൂറത. തആല യാ സഈദ്. തആല യാ സഈദ്. യാ സഈദ് തആല. തആല എന്താണ്? നീ വരൂ. തആല നീ വരൂ. അമ്രാണ്. അമ്രാണ്, ജാമിദാണ്. തആലയ്ക്ക് തആലയ്ക്ക് എന്താണ്? തആല, തആലി, തആലൗ, അങ്ങനെ രൂപങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനെന്തില്ല? അമ്രിന്റെ രൂപങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് മാളിയില്ല. അത് ഫെയിലായിട്ട് മറ്റ് രൂപങ്ങളിലില്ല. മറിച്ച് എന്താണ്? അമ്രിന്റെ രൂപഭേദങ്ങളുണ്ട്. അമ്രിന്റെ രൂപഭേദങ്ങളുണ്ട്. ഖുൽ തആലൗ എന്ന് പറഞ്ഞിട്ട് ഖുർആനുണ്ടല്ലോ, അതാണ്. തആല നീ വരൂ, തആലൗ നിങ്ങൾ വരൂ. അതിന്റെ രൂപഭേദങ്ങളൊക്കെ നമ്മൾ വേറെ വരുന്നുണ്ട് കേട്ടോ, ഏതോ പാഠത്തിൽ വരുന്നുണ്ട്. യാ സഈദു വജുറഹ.
വ ജുറഹ. അപ്പൊ ജുറയുടെ മാവി എന്താ? ജുറയുടെ അതെ മാവി ഒന്നാമത്തെ രൂപം എന്തായിരിക്കും? ജറ യജുറു ആ ജറ യജുറു. അതിന്റെ എന്താണ് ജുറ? നീക്കുക, ജുറ എന്തായി? എന്താ അർത്ഥം? വലിക്കുക, കായില്ലാതെ പറയും. ഒഴുകുക, വലിച്ചു. അത് ഇത് മാവിയോ മുതാരിയോ അമ്രോ? അമ്പ്. അമ്രാണെങ്കിൽ അമ്രന്റെ രീതിയിൽ അർത്ഥം പറയും. വലിക്കൂ. നീ വലിക്കൂ. അപ്പൊ മനസ്സിലായില്ലേ? എന്നാല് കായ് ചേർത്താൽ നമുക്ക് പൂർണ്ണമായ അർത്ഥം കിട്ടില്ല. കായൊക്കെ നമുക്ക് ചിലപ്പം ഉപയോഗിക്കാം, കായുള്ള വാക്ക് ഉപയോഗിക്കാം മലയാളത്തിൽ. പക്ഷെ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ കായില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കാം. കൽപ്പനയാണെങ്കിൽ ആരും കായ എഴുതരുത്, കായിട്ടാ വെട്ടിക്കളയും. വലിക്കുക എന്ന് പറഞ്ഞാൽ വലിക്കൽ എന്നാണോ സ്റ്റുഡന്റ് ഉദ്ദേശിച്ചതെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് നീ വലിക്കൂ. നേരത്തെ പറഞ്ഞത്, നേരത്തെ ഒരു കൽപ്പന പറഞ്ഞല്ലോ, നമ്മളുള്ള അല്ല ലം വന്നപ്പോ പറഞ്ഞു. അതും അതേപോലെ തന്നെ ഇവിടെ എന്താണ് കൽപ്പനക്രിയയുടെ അവസാനം എന്തായിരിക്കും? ജസ്മ് ചെയ്യപ്പെട്ടതായിരിക്കും കൽപ്പനക്രിയ. ഇഫ്തഹ്. അപ്പൊ അതേപോലെ അപ്പോ ഇവിടെ ജസ്മി എന്താവും? കൽപ്പന വരുമ്പോ ലന്നയുന്നു ലുന്ന എന്ന് പറഞ്ഞ പോലെ ജറ ജുറു ജുറ ജുറ. നീ വലിക്കൂ. ഇലൽ അമാം, മുന്നിലേക്ക്. ഇലൽ അമാം, മുന്നിലേക്ക്. ഒഴുകിയെന്ന് പറഞ്ഞ ആരായിരുന്നു? അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ഒഴുകി എന്നുള്ള വാക്കിന് വാക്കെന്താ? ജറായജിരി ഒഴുകി. ജറു പുൾ ഓർ ഡ്രാഗ്. വജുറഹ ഇലൽ അമാം, മുന്നിലേക്ക് വലിക്കൂ. സഈദുൻ യജുറു സബൂറത്ത, സഈദ് വലിക്കുന്നു, സബൂറത്തിനെ വലിക്കുന്നു. അന്ത ജറർത്ത കസീറൻ, അന്ത ജറർത്ത, ജറു ജറർത്ത ജറർത്തും. അന്ത ജറർത്ത കസീറൻ, ജറർത്തഹ, അന്ത ജറർത്തഹ കസീറൻ, നീ അതിനെ ഒരുപാട് വലിച്ചു. ഇദ്ഫഅഹാ ഇലൽ ഖൽഫി ഖലീലൻ, ഇദ്ഫഅഹാ ഇലൽ ഖൽഫി ഖലീലൻ, പിന്നിലേക്ക് കുറച്ച് തള്ളൂ. യക്ഫി, യക്ഫി എന്താ? ഇനഫ്, ഇനഫ്. മതിയാകും. യക്ഫി. ഉത്റുക്ഹ അൽആൻ, ഉത്റുക്ഹ അൽആൻ, ലീവ് ഇറ്റ് നൗ. അവിടെ മാവിയായിട്ടും പറയാൻ പറ്റോ? ഏത്? യക്ഫി. യക്ഫിന്റെ മാവി എന്താ? കഫ. അപ്പൊ കഫ എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല. കഫ ബിൽ മർഇ, ഇതൊക്കെ ഖുർആൻ ഹദീസിലുണ്ടല്ലോ. കഫ ബില്ലാഹി ഷഹീദൻ, ഖുർആനിലുണ്ട്. കഫ ബില്ലാഹി വക്കീല. പക്ഷെ നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് യക്ഫി എന്നാണ് സാധാരണ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്നത്. യക്ഫി, സിന, മതിയാകും, ഇപ്പോഴത് മതിയാകും എന്നത്. ഉത്റുക് ഹ, ഉത്റുക് ഹ, തറക്ക യത്റുകു, ഉത്റുക് ഹ, ലീവ് ഇറ്റ്, ലീവ് ഇറ്റ്, ഉപേക്ഷിക്കൂ, അതിനെ വിട്ടേക്കൂ. അൽആൻ, നൗ, ലീവ് ഇറ്റ് നൗ. مسعود هذا هو الجزء الثاني من الكتاب يا أستاذ. هذا هو الجزء الثاني من الكتاب يا أستاذ. هذا هو الجزء الثاني. ഇത് തന്നെയാണോ അൽ ജുസ്ഉ الثاني, സെക്കൻഡ് പാർട്ട്, മിനൽ കിതാബി, പുസ്തകത്തിലെ. യാ ഉസ്താദ്,
أستاذي المدرس. نعم. خذ هذه النسخ، خذ هذه النسخ وعدها. هذه النسخ. കോപ്പി ഖുറാനിൽ കോപ്പി ഉണ്ടോ? ഈ വാക്ക് ഖുറാനിൽ വായിച്ചിട്ടുണ്ടാരെങ്കിലും ഇതിന്റെ രൂപഭേദങ്ങൾ എന്തെങ്കിലും? ما ننسخ من ما ننسخ من آية أو من ننسها. آية أو ننسها. അപ്പൊ നസഖ യൻസഖു. ഇവിടെ എന്താണ് നസഖ? കോപ്പി എടുത്തു. خذ هذه النسخ. نسخة അല്ല, نسخة കോപ്പി. അതിന്റെ ബഹുവചനമാണ് നുസഖുൻ. നുസ്ഖത്തുന്റെ ബഹുവചനമാണ് നുസഖ്, കോപ്പി. പ്രതി, കോപ്പി എന്നൊക്കെ പറയും. പ്രതി എന്ന് പറഞ്ഞാൽ കൾപ്രിറ്റ് അല്ല, ഭാവിയും പ്രതിയായ പ്രതിയല്ല. ഈ പുസ്തകത്തിന്റെ ഒരു പ്രതി എന്ന് പറയുമല്ലോ, പകർപ്പ്. ആ പകർപ്പ്, print. അതെ പകർപ്പ്. ഖുദ് ഹാദിഹി നുസഖ, ഈ പകർപ്പുകൾ, ഈ കോപ്പികൾ എടുക്കൂ, നീ എടുക്കൂ. വഉദ്ദഹ, അപ്പോ അതിന്റെ ഉദ്ദ എന്നുള്ളത് എന്ത് രൂപമാണ്? എന്ത് രൂപം? ഫിഅലുൽ അംർ. ഫിഅലുൽ അംർ. മാളി മുലാരി അംർ എന്നൊക്കെ പറയാം, കുഴപ്പമില്ല. പക്ഷെ ഫിഅലു മാളി, ഫിഅലു മുലാരി, ഫിഅലു അംർ എന്ന് പറയുന്നതാണ് ഉലമായിരുന്നത്. അപ്പൊ എന്താണ്? ഫിഅലുൽ അംറാണ്. അപ്പൊ അതിന്റെ മാളി എന്തായിരിക്കും? അദ്ദ. അദ്ദ യഉദു. ഒരുപാട് വാക്കുകൾ ഖുർആനിലുണ്ടാവും. അത് ഇതേപോലെ ഒരുപാട് പ്രാവശ്യം കാണാം. അദ്ദഹും അദ്ദ, ഒരെണ്ണലങ്ങണ്ടി, എണ്ണി. അപ്പൊ വഉദ്ദഹ, ആൻഡ് കൗണ്ട് ഇറ്റ്, അതിനെ കൗണ്ട് ചെയ്യൂ. ഈ കോപ്പികൾ എടുത്ത് അതിനെ കൗണ്ട് ചെയ്യൂ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചു, ഡോട്ട് ഡോട്ട് എന്ന് പറഞ്ഞാൽ അല്പസമയത്തിന് ശേഷം. അദത്തഹ, അതായത് ത എന്ന് പറയേണ്ടതില്ല കേട്ടോ. അദത്തഹ, രണ്ട് താരി കഴിഞ്ഞിട്ട് അടുത്ത താൻ ചെത്തി കൊടുത്താണ്. അദത്തഹ, ഡിഡ് യു കൗണ്ട് ഇറ്റ്? നീ അതിന് എണ്ണിയോ? കം ഹിയ, കം ഹിയ. സ്പോക്കണിൽ പറഞ്ഞാൽ എങ്ങനെ പറയും കം ഹിയ എന്നുള്ളത്? കം ഹി, കം ഹി. നേരത്തെ പറഞ്ഞില്ലേ മാ ഹി, അതേപോലെ കം ഹി. അപ്പൊ കം ഹിയ, അത് എത്രയുണ്ട്? മസ്ഊദ്, നഅം അദത്തുഹ ഹിയ 45 നുസ്ഖതൻ. ഹിയ 45 നുസ്ഖതൻ. അപ്പൊ നുസ്ഖത്ത് എന്നുള്ള ഏകവചനം വന്നു. അത് എത്രയുണ്ട്? 45. എത്രയാണ് 45? 45. 45 നുസ്ഖതൻ, കോപ്പിയുണ്ട്. ഇപ്പൊ ഇവിടെ കോപ്പി എന്ന് പറയുന്നെങ്കിലും മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ കോപ്പികൾ, കോപ്പി ഉണ്ടെന്ന് നമ്മൾ മലയാളത്തിൽ ഏകവചനത്തിലും പറയും. 100 കോപ്പിയുണ്ട്, 200 കോപ്പിയുണ്ട് എന്നൊക്കെ പറയും. 200 കോപ്പികൾ ഉണ്ടെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അൽ മുദരിസ്. നദ്റുസുൽ ആന ഹദീസൻ. നദ്റുസുൽ ആന ഹദീസൻ. നമ്മളിപ്പോൾ എന്ത് പഠിക്കുന്നു? ഹദീസ് പഠിക്കുന്നു. അല്ലാതെ ഇവിടെ പുതിയത് ഒരെണ്ണം പഠിക്കുന്നു എന്നല്ല എൻ്റെ അർത്ഥം. ഇവിടെ ഹദീസ് എന്നുള്ള സാങ്കേതിക അർത്ഥം വാക്കാണ്. നമുക്കിപ്പോൾ ഒരു ഹദീസ് പഠിക്കാം. അക്തുബുഹു അല സബൂറത്തി. ഞാൻ അക്തുബുഹു, ഞാൻ അതിനെഴുതും. അല സബൂറത്തി, ബോർഡിൽ. ഫക്തുബൂഹു, ഫക്തുബൂഹു, then you write it. നിങ്ങൾ അതിനെഴുതൂ. ഫി ദഫാതിരിക്കും, ദഫാതിരിക്കും. ദഫാത്തിറിന്റെ ഏകവചനം എന്താ? ദഫ്തർ. അവസാനത്തെ അടയാളം കറക്റ്റ് ആയിട്ട് പറയും. ദഫ്തറിന്റെ ബഹുവചനമാണ് ദഫാത്തി, ദഫാത്തിറു. അപ്പൊ എന്താണ്? ഗൈറു മുൻസരിഫാണ്. തൻവീൻ വരില്ല,
പിന്നെന്താ വരാത്തത്? കസ്രം വരില്ല. പറയാൻ പേടിയുണ്ടാവുന്നുണ്ടോ കസ്രം വരൂലെന്ന്? ഇല്ല 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 അതൊന്ന് ഇവിടെ ആലോചിച്ചത്. എന്താ കസ്രം വന്നത്? ഖിലാഫത്ത് ഏതാണ്ട്. ദഫാത്തിറിനെ കുമ്മിലേക്ക് ചേർത്തതുകൊണ്ടാണ്. ഇളാഫത്ത് ചെയ്താൽ കസ്ർ വരാത്തതിന് കസ്ർ വരും. അപ്പോ ഫീ ദഫാത്തിരിക്കും, നിങ്ങളുടെ നോട്ട്ബുക്കുകളിൽ എഴുതുക. അക്തുബൂഹു ഫീ ദഫാത്തിരിക്കും. യക്തുബു, മൻ യക്തുബു, ആരാ എഴുതുന്നത്? ഇവിടെ ബ്രാക്കറ്റ് ചുവന്ന അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്ന യക്തുബു ആരാ എഴുതുന്നത്? ഉസ്താദ് എഴുതുകയാണ്, മുദരിസ് എഴുതുകയാണ്. അൻ അനസിൻ റളിയല്ലാഹു അൻഹു ഖാൽ മാ മസിസ്തു ദീബാജൻ വലാ ഹരീറൻ ألين من كف رسول الله صلى الله عليه وسلم ولا شممت رائحة قط أطيب من رائحة رسول الله صلى الله عليه وسلم بعد هنيهة أكتبتم يا أبنائي؟ فعن أنس رضي الله عنه. ഇപ്പൊ ഹദീസ് ഉദ്ധരിക്കുന്നതിന്റെ ഒരു ഘടനയുണ്ട്, നമ്മൾ വായിച്ചു പഠിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും. അൻ അനസിൻ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഖാലൽ ബുഖാരിയു എന്ന് പറഞ്ഞിട്ടാണ് അൻ അനസിൻ എന്ന് പറയുന്നത്. അപ്പൊ ഹദീസിന്റെ ഗ്രന്ഥകർത്താവ് ആദ്യം പറഞ്ഞിട്ടുണ്ടാവും ഖാലൽ ബുഖാരിയു എന്ന് പറയുന്നത്. ഖാലൽ ഇമാം മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരിയു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ബാക്കി പറയുന്ന എല്ലാം ഹദീസ് അൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇമാം ബുഖാരി അനസ് ബിൻ മാലിക്കിനെ സംബന്ധിച്ച് ഉദ്ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അനസ് ബിൻ മാലിക്കിൽ നിന്നും ഉദ്ധരിച്ചിരിക്കുന്നു, അനസ് റളിയല്ലാഹുവിൽ നിന്നും ഉദ്ധരിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ പിന്നെ എല്ലാ ഹദീസും പറയുന്നതിന്റെ അർത്ഥം അദ്ദേഹം ഇദ്ദേഹത്തിൽ നിന്നും ഉദ്ധരിച്ചു എന്നാണ്. അൻ അനസിൻ റളിയല്ലാഹു അൻഹു. അപ്പൊ ആർക്കാണ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞത്? അനസിന്. അനസ് അദ്ദേഹത്തെ അള്ളാഹു തൃപ്തിപ്പെടട്ടെ. ഖാൽ ഖാൽ. അപ്പൊ ഖാൽ എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞു? അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഖാൽ എന്ന് പറഞ്ഞാൽ ആ സഹാബി പറഞ്ഞു എന്നർത്ഥം. മാ മസിസ്തു, മസിസ്തു മസ്സ മസ്സു, മസിസ്ത മസിസ്തും, മസിസ്തു മസിസ്ന, നമ്മൾ പഠിച്ചെന്ന് തോന്നുന്നല്ല. അപ്പൊ മാ മസിസ്തു, മസ്സ യമസ്സു, മസ്സ യമസ്സു സ്പർശിച്ചു. മാ മസിസ്തു ദീബാജൻ വലാ ഹരീറൻ. ദീബാജ്, ദീബാജ് എന്താ എഴുതിയിരിക്കുന്നത്? വെൽവെറ്റ്. വെൽവെറ്റ് ഇല്ലേ, വെൽവെറ്റ്, അതാണ് ദീബാജ്. വലാ ഹരീറൻ, പട്ടോ സിൽക്കോ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, സ്പർശിച്ചിട്ടില്ല. വലാ ഹരീറൻ അല്യന മിൻ കഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്യൻ, അല്യൻ എന്ന് പറയുന്നത് ലയ്യിനിന്റെ സൂപ്പർലേറ്റീവ് ആണ് അല്യൻ. ലയ്യിനൻ എന്ന് പറഞ്ഞാൽ മാർദ്ദവമുള്ളത്, അതിന്റെ സൂപ്പർലേറ്റീവ് അല്യനു. ഹരീറൻ അല്യന മിൻ കഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഫിനേക്കാൾ, കഫ് എന്താ? കൈപ്പത്തി. ആ കൈപ്പത്തിയേക്കാളും മാർദ്ദവമുള്ള സിൽക്കോ പട്ടോ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, സ്പർശിച്ചിട്ടില്ല. മിൻ കഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അത്രയും മാർദ്ദവമുള്ളതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപ്പത്തി. വലാ ഷമിംതു. അപ്പോ ഷമിംതു, ഷമിംതു എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായി? മാറി എന്താണ്?
ഷമ്മ. ഷമ്മ ആ ഷമ്മ ഷമ്മ യഷമ്മു നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ എന്തിനാണ് ഷമീംതു എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഷമ്മ ഷമ്മു ഷമീംത ഷമീംതും എന്നാണ് പറയേണ്ടത്. മസ്സ മസ്സു മസിസ്ത മസിസ്തും. ലന്ന വന്നപ്പോ എന്താ അങ്ങനെ വന്നത്? ലന്ന ലന്നു ലനന്ത ലനന്തും എന്നാണ് വന്നത്. ഓക്കെ, അത് നമ്മൾ അങ്ങനെ പറഞ്ഞു പഠിക്കണം. വലാ ഷമീംതു റായിഹത്തൻ ഖത്തു, ഞാൻ ഒരു സ്മെല്ല് ചെയ്തിട്ടില്ല. വലാ ഷമീംതു വാസനിച്ചിട്ടില്ല, ഒരു വാസനയും വാസനിച്ചിട്ടില്ല. അത്യബ, അത്യബ് തയ്യിബിന്റെ അഫ്ളൽ തഫ്ളീല എന്താണ് എന്താണ് അത്യബ് എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചത്? തയ്യിബിന്റെ അഫ്ളൽ തഫ്ളീലാണോ ചോദിക്കുന്നത്? അത് തന്നെ, അഫ്ളലു തഫ്ളീൽ, സൂപ്പർലേറ്റീവ്. ഒരുപാട് അറബി സാങ്കേതിക പറഞ്ഞ് പഠിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പറയുന്നത്. അതാണ് അല്യൻ. അല്യൻ ദയ്യിനിന്റെ സൂപ്പർലേറ്റീവ് അല്യൻ, തയ്യിബിന്റേത് അത്യബ്, ഏറ്റവും നല്ല, ബെസ്റ്റ് ഓർ ബെറ്റർ. അത്യബ മിൻ റായിഹത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാസനയേക്കാൾ നല്ല. ഇവിടെ എന്താണ്? ഇവിടെ മിൻ വന്നുകൊണ്ട് കമ്പാരിറ്റീവ് ആണ് കേട്ടോ. പക്ഷെ വേർഡ് സൂപ്പർലേറ്റീവ് ആണ്. സൂപ്പർലേറ്റീവ് വേർഡിന്റെ കൂടെ മിൻ ഉപയോഗിച്ചാൽ എന്താവും? കമ്പാരിറ്റീവ് ആവും, താരതമ്യം ചെയ്യലാവും. അപ്പൊ അതിനേക്കാൾ നല്ലതായിട്ടുള്ളതൊന്നും ഞാൻ വാസനിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. പിന്നെ 3 ഡോട്ട് ഉണ്ട്. കാരണം എന്താണ്? ആ ഹദീസ് പൂർണ്ണമല്ല, കുറച്ച് ബാക്കിയുണ്ട്. അത്രയും എഴുതി കഴിഞ്ഞതിന് ശേഷം ബഅദ ഹുനൈഹത്തിൻ, ആഫ്റ്റർ എ വൈൽ, ബഅദ ഹുനൈഹത്തിൻ, ആഫ്റ്റർ എ വൈൽ. ഹുനൈഹത്ത് എന്ന് പറഞ്ഞാൽ അല്പസമയം. അകതബ്തും യാ അബ്നാഇ, ഡിഡ് യു റൈറ്റ് മൈ ചിൽഡ്രൻ, കുട്ടികളെ നിങ്ങൾ എഴുതിയോ? യാ അബ്നാഇ അത്തുല്ലാബു ലമ്മ. ലമ്മയുടെ അർത്ഥം എന്താ? നോട്ട് യെറ്റ്. അത് കൊളോക്കിയൽ എന്താ പറയുന്നത്? ലിസ്സ എന്ന് പറയുന്നു. ലിസ്സ, ലൈസയല്ല, ലിസ്സ. ഇതുവരെയും എഴുതിയില്ല, ഇതുവരെയും ചെയ്തില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അത് ഫോർമൽ യൂസേജ് ലമ്മ എന്നാണ്. ലമ്മ, ലമ്മ എന്നത് എന്താണ്? അതെ, ഇതുവരെയും ചെയ്തിട്ടില്ല എന്നാണ്. അങ്ങനെയാണ് അതിന്റെ ഫോർമൽ യൂസേജ്. അൽമുദരിസ് യാ അലിയു ലാ തളുന്ന അന്നനി ഗാഫിലുൻ അമ്മാ തഅമലു. ലാ തളുന്ന, എന്തിനാ ലാ തളുന്ന ഉപയോഗിച്ചതിവിടെ? ലന്ന യമുന്നു പറഞ്ഞിട്ട് നമ്മൾ ഫത്തഹ പറഞ്ഞു നോക്കുക. ഫത്തഹ യഫ്തഹ് പറഞ്ഞിട്ട് ഇഫ്തഹ് ഇഫ്തഹു, അടുത്തെന്താ വിരോധക്രിയ? ലാ തഫ്തഹ്. ലാ തഫ്തഹ് എന്ന് പറയുമ്പോൾ അവസാനത്തെ എന്താണ് അടയാളം? സുക്കൂൻ. ജസ്മി ആയിപ്പെട്ടാണ് വരിക. അംറിന്റെ ആദ്യത്തെ അംറിന്റെ രൂപവും നഹിയുടെ രൂപവും ജസ്മി ചെയ്തിട്ടാണ് വരിക. അപ്പൊ ഒന്നാമത്തെ രൂപത്തിന് സുക്കൂൻ കൊടുക്കും, രണ്ടാമത്തേന് നാ കളയും. ഇഫ്തഹ് ഇഫ്തഹു, ഒന്നാമത്തെ സുക്കൂൻ കൊടുത്ത് ജസ്മി ചെയ്യും, രണ്ടാമത്തെ നാ കളഞ്ഞ ജസ്മി. ലമ്മ നമ്മൾ അഫ്ആൽ ഖംസയിൽ പഠിച്ചില്ലേ? പഠിച്ചു കാണും. അപ്പൊ ലാ തളുന്ന, അപ്പൊ ലന്ന യളുന്ന വരുമ്പോൾ ലുന്ന എന്ന് കൽപ്പന വരും. അതേപോലെ ലാ തളുന്ന നമ്മൾ പഠിച്ചതാണത്. ലാ തളുന്ന, ലാ തളുന്ന അന്നനി ഗാഫിലുൻ. ഗാഫിൽ എന്താ? അശ്രദ്ധ. വല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. അതാണ് ഇവിടെ പറഞ്ഞത്. ലാ തളുന്ന അന്നനി ഗാഫിലുൻ, ഞാൻ അശ്രദ്ധനാണ് എന്ന് നീ വിചാരിക്കരുത്. അമ്മാ തഅമലു, നീ ചെയ്യുന്നതിനെ പറ്റി.
അൻ അധികം മായാണ് അമ്മ. അമ്മ താമരു, നീ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ അശ്രദ്ധനാണ്, ഞാൻ അറിയുന്നില്ല എന്ന് നീ വിചാരിക്കരുത്. ഇന്നകലാ തക്തുബു ദർസ. എന്താ അവൻ ചെയ്യുന്നത്? നീ പാഠം എഴുതുന്നില്ല. നീ പാഠം എഴുതുന്നില്ല. ഇന്നമാ തക്തുബു റിസാലത്തൻ. നീ എന്തെഴുതുകയാണ്? നീ കത്തെഴുതുകയാണ്. അപ്പൊ നമ്മള് നാട്ടിൽ നിന്നൊക്കെ കുറെ ദൂരം പോയിട്ട്, ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെ പോയിട്ട് അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇപ്പൊ സ്കൂൾ വിട്ടാൽ എന്ത് ചെയ്യണം? സ്കൂൾ വിട്ടാൽ ഉടനെ കളിക്കാൻ പോകണം, പിന്നെ കുളിച്ചിട്ട് കിടന്ന് ഉറങ്ങണം ഭക്ഷണം കഴിച്ചിട്ട്. അതിനിടയ്ക്ക് ക്ലാസ് ഇരുന്ന് തന്നെ കത്തെഴുതുക. നമ്മള് ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ വേണമെങ്കിൽ നീ വാട്സപ്പ് നോക്കിയിട്ടിരിക്കുകയാണെന്ന് പറയും. അപ്പൊ അന്നെന്തായിരുന്നു? അന്ന് കത്തെഴുതായിരുന്നു ജോലി. എന്നൊക്കെ ലാ തക്തുബു ദർസ, നീ പാഠമല്ല എഴുതുന്നത്, പാഠം എഴുതുന്നില്ല. ഇന്നമാ തക്തുബു റിസാലത്തൻ, നീ കത്തെഴുതുകയാണ്. അലൈസ കദാലിക, അലൈസ കദാലിക എന്ന് പറയും ഇംഗ്ലീഷില്. Isn't right. Isn't it like that? കദാലിക, അപ്രകാരം. ഒരാളും ചോദിച്ചാൽ അങ്ങനെയല്ലേ? റുദ്ദ അലയ്യ, റുദ്ദ അലയ്യ. എന്താ അർത്ഥം? ആൻസർ റിപ്ലൈ ടു മീ. റുദ്ദ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അർത്ഥം? മടക്കൂ എന്നാണ്. റദ്ദ യറുദ്ദുവിന്റെ കൽപ്പനയാണ് റുദ്ദ. റുദ്ദ റുദ്ദ അലയ്യ. റിപ്ലൈ ടു മീ, ഒരു ആൻസർ ടു മീ. അലിയുൻ ബല. ഇതുള്ള ബല എന്ന് പറഞ്ഞത് അലൈസ കദാലിക എന്ന് ചോദിച്ചോണ്ടാ. അലൈസ കദാലിക അത് നെഗറ്റീവ് ആയിട്ടാണ് ചോദിച്ചത്. Isn't it like that? അങ്ങനെയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ബല എന്ന് പറയണം. ബല, അതെ അതെ അങ്ങനെയാണ്. ഹുവ കദാലിക, ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. അന ആസിഫുൻ. ആസിഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ദുഃഖിതനാണ്. ഐ ആം സോറി. അന ആസിഫ്, അന ആസിഫ്. നമ്മൾ എന്തെങ്കിലും ഒരാളോട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്താൽ എന്താ പറയേണ്ടത്? അന ആസിഫുൻ, അന ആസിഫുൻ. ചില ആൾക്കാർ മാലേഷ് എന്ന് പറയും. മാലേഷ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? No problem. മാലേഷ് എന്ന് പറഞ്ഞാൽ നോ പ്രോബ്ലം എന്നാണ്. അപ്പം കുട്ടി മിസ്റ്റേക്ക് ചെയ്തിട്ട് കുട്ടി എന്ത് പറയണം? മാലേഷ് എന്ന് പറയണോ? കുട്ടി മാലേഷ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അന ആസിഫ് എന്നാ പറയേണ്ടത്. അതേസമയം നേരെ തിരിച്ച് ഉസ്താദ് എന്ത് പറയണം തിരിച്ച്? മാലേഷ്, കുഴപ്പമില്ല. കുട്ടി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണിച്ചു, അപ്പൊ കുട്ടി എന്ത് ചെയ്യാണ്? ഉസ്താദ് ഇതിനെ ശിക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ട് പേടിച്ച് നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? മാലേഷ്, ഡോണ്ട് വറി. നമ്മളെന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന ഒരാളുടെ കാൽ ചോട്ടി അല്ലെങ്കിൽ കൈ ചോട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ എന്താ പറയേണ്ടത്? ആസിഫ്, ഐ ആം സോറി. ആസിഫ് യാ ഉസ്താദ്, ലൻ നഊദ ലിമിസ്ലിഹി അബദൻ ഇൻഷാ അല്ലാഹ്. ലൻ അഊദ, ആദ യഊദ്. Repeat. I will not repeat it. ലൻ അഊദ ലിമിസ്ലിഹി, ലൈക്ക് ദാറ്റ്, അതുപോലുള്ളതിന്. അബദൻ, Again. അബദൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും. ഇവിടെ ലെൻ വന്നതുകൊണ്ടാണ് ലെൻ എന്ന് നെഗറ്റീവ് ആയതുകൊണ്ടാണ് അബദൻ എന്ന് വന്നത്, നെവർ എന്ന് വന്നത്. ഐ വിൽ നെവർ റിപ്പീറ്റ് ഇറ്റ് ഇൻഷാ അല്ലാഹ്. പാഠം തീർന്നു. അപ്പൊ ലെന്നും അബദയും ഒരേ സെയിം മീനിങ് ആണോ? എന്ത്? ലെന്നും അബദയും സെയിം മീനിങ് ആണോ? കേട്ടില്ല. ലെന്ന് എന്ന് പറഞ്ഞാല് ഒരിക്കലും ഇല്ല. ലെന്നോ?
ഇവിടെ വന്നിരിക്കുന്ന ഈ ലെന്നാണോ പറഞ്ഞത്? ആ ലെൻ ഈ ലെൻ എന്ന് പറഞ്ഞാൽ വെർബിനെ നെഗറ്റീവ് ആക്കുന്ന വേർഡാണ് ലെൻ. അദുറസു ഞാൻ പഠിക്കുന്നു, ലെൻ അദുറസു ഞാൻ പഠിക്കുകയില്ല. അതിന് ഒരിക്കലും ഇല്ല എന്ന അർത്ഥമില്ല. ഓക്കെ, അബദൻ വന്നതുകൊണ്ടാണ് ഒരിക്കലും എന്ന അർത്ഥം വരുന്നത്. ലൻ അഊദ, ഐ വിൽ നോട്ട് റിപ്പീറ്റ് ലിമിസ്ലിഹി ലൈക്ക് ദാറ്റ്, അബദൻ നെവർ. ഞാൻ എന്നിട്ട് പറഞ്ഞത് ലെൻ വന്നത് കൊണ്ടാണ് അബദൻ എന്ന വാക്കിന് നെവർ എന്ന് മീനിങ് വന്നത്. അതേസമയം അസ്കുനു ഫിൽ ബൈത്തി അബദൻ, അല്ലെങ്കിൽ അസ്കുനു ഫിൽ ജന്നതി അബദൻ. ഇവിടെ നമുക്ക് അബദൻ പറയാൻ പറ്റില്ല. സ്വർഗത്തിലാണെങ്കിൽ എന്ത് ചെയ്യാം? അബദൻ, ഖാലിദീന ഫീഹ അബദൻ, അവരവിടെ എന്നു. അപ്പൊ പോസിറ്റീവ് ആണെങ്കിൽ ഫോർ എവർ, നെഗറ്റീവ് ആണെങ്കിൽ നെവർ എന്നാണ് അബദന്റെ മീനിങ്. ലെൻ എന്ന് പറയുന്ന വാക്ക് ഫ്യൂച്ചറിനെ നെഗറ്റീവ് ആക്കുന്ന വാക്കാണ്. ഓക്കെ, മനസ്സിലായി. ഇൻഷാ അല്ലാഹ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ക്ലാസ് ഒന്നുകൂടി കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഏതാ മനസ്സിലാകത്ത്? അല്ല, കേൾക്കുന്ന ഒന്നുകൂടി വരുമ്പോൾ ഒന്നുകൂടെ കേൾക്കുമ്പോൾ നല്ലപോലെ മനസ്സിലാവും പറയും. അതെ, നല്ലപോലെ മനസ്സിലാവും. ആ, അപ്പൊ ഇത് ഒന്നുകൂടെ കേൾക്കുമ്പോൾ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞത് മനസ്സിലായില്ലെന്നാണ്. ഞാനിപ്പോൾ ക്ലാസിന്റെ എണ്ണമൊന്നും നോക്കുന്നില്ല, ക്ലാസ് നമുക്ക് മനസ്സിലാക്കി പോവുകയാണ്. നിങ്ങളെ പ്രതികരണം അനുസരിച്ചാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. എപ്പോഴും അധ്യാപകൻ ശിഷ്യന്മാരുടെ അല്ലെങ്കിൽ ഓഡിയൻസിന്റെ ലെവൽ നോക്കിയിട്ട് അധ്യാപകന് പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ ആ ലെവലിലാണ് പോകുന്നത്. നിങ്ങളുടെ പ്രതികരണത്തിനനുസരിച്ചാണ് സ്പീഡ് കൂടെയും കുറയും ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് കൂടെയും കുറയും ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആ, ഇപ്പൊ നമ്മൾ നേരത്തെ സാലിമായ ക്രിയകളും ഒക്കെ പഠിച്ചു കഴിഞ്ഞു, മാമൂസ ക്രിയകളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ മുളഅഫാണ് പഠിച്ചത്, അതായത് ഇപ്പം ശ്രദ്ധയുള്ള ക്രിയയാണ് നമ്മളിപ്പോ പഠിച്ചത്. ഓക്കെ, ദുർബലാശമുള്ള ക്രിയകളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു. ശരി, ഇൻഷാ അല്ലാഹ് നമുക്ക് വന്ന യവുന്നു അല്ലേ? ഷമ്മ യശും യശമ്മു ഷമ്മ യശമ്മു വന്ന യവുന്നു ലന്ന യളുന്നു. നമ്മള് പിന്നെ മസ്സ യമസ്സു, അതായത് ഫതഹ, എല്ലാ ക്രിയയും ഫതഹ എഫ്തഹ് പോലെയല്ല. ചില ക്രിയകൾ ഫതഹ എഫ്തഹു ആണ്, ചില ക്രിയ സമിയ ഇസ്മാവാണ്, ചില ക്രിയ ലറബ യളിരിബുമാണ്. അപ്പൊ അതനുസരിച്ചാണ് എന്ന് വരുന്നത് ഈ ക്രിയ മാറ്റി. പക്ഷെ നമ്മള് ഫതഹ പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ലന്ന എന്ന് പറയുമ്പോൾ അറിയാൻ പറ്റില്ല അപൂർണ ക്രിയയിൽ എന്താണ് വരുന്നത്. മസ്സ യമസ്സു ആണ്, ലന്ന യളുന്നുമാണ്. ആ, വല്ല യദില്ലു നമ്മൾ പഠിച്ചില്ല, അത് ലന്ന യളുന്നും പഠിച്ചു, നല്ല യളുന്നും പഠിച്ചു. അണ്ടർസ്റ്റാൻഡ് പറയുന്നത് അലൈസ കദാലിക, അലൈസ കദാലിക ബല. അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷ നന്നായി പഠിക്കാനും ഖുർആന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അതിൽ തദബ്ബുർ ചെയ്യാനും ചിന്തിക്കാനും, അതേപോലെ അറബി ഭാഷ വിശാലമായി പരന്നു കിടക്കുന്ന ഭാഷയിലൂടെ വിശാലമായി പരന്നു കിടക്കുന്ന ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അറബി ഭാഷ വായിക്കാൻ തുടങ്ങിയുള്ളൂ, അറബിയിലുള്ള കിതാബുകൾ വായിക്കാൻ തുടങ്ങിയുള്ളൂ. അറബിയിലുള്ള കിതാബുകളൊക്കെ വായിക്കണം, പുസ്തകങ്ങൾ വായിക്കണം, ഹദീസ് വായിക്കുക. ഹദീസ് വായിച്ച് പെട്ടെന്ന് മനസ്സിലാവും. ചില ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ അടയാളങ്ങളുള്ള ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്, ചിലർ ഹദീസ് കാണില്ല. സോറി, ചിലര് ഹർക്കത്ത് അടയാളങ്ങൾ കാണില്ല. അടയാളങ്ങൾ ഉള്ളതും വായിക്കാൻ വാങ്ങാൻ നിങ്ങൾക്ക് അടയാളങ്ങൾ ഇല്ലാത്തതും വായിക്കാം. പക്ഷെ ട്രാൻസ്ലേഷൻ ഇല്ലാത്തതാണ് നിങ്ങൾ വായിച്ചു പഠിക്കേണ്ടത്.
നമ്മളിപ്പോ ഈ പാഠത്തിന്റെ ഈ പുസ്തകത്തിന്റെ സെക്കൻഡ് പാർട്ട് ആകുമ്പോൾ നമ്മൾ വളരെ ഭയങ്കര അഡ്വാൻസ് നോളജാണ്. ഇത്രയും പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായി, മൂന്നക്ഷര ക്രിയകളുടെ എല്ലാ സംഗതിയും ഇതിനകത്ത് വന്നു. നിങ്ങൾ തീരുമ്പോ മൂന്നക്ഷര ക്രിയകളുടെ എല്ലാം വരും. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണം, ഹദീസ് ഗ്രന്ഥങ്ങൾ മുഖ്തസർ വാങ്ങണം. മുഖ്തസർ സഹീഹുൽ ബുഖാരി, മുഖ്തസർ സഹീഹ് മുസ്ലിം. അപ്പൊ മുഖ്തസർ എന്ന് പറഞ്ഞാൽ ആവർത്തനമില്ലാത്തത്. അപ്പൊ ചില ഹദീസ് ഗ്രന്ഥങ്ങളിലെ ഇമാം ബുഖാരി മുതല് പിന്നെ ഇപ്പം പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇവിടെ നമ്മൾ പഠിച്ചത് അനസ് ഇബ്നു മാലിക് ആണ്. അപ്പൊ അനസ് ഇബ്നു മാലിക് മുതൽ ഇമാം ബുഖാരി വരെയുള്ള ആൾക്കാർ, കുറെ ആൾക്കാരുണ്ട്, അതെല്ലാം എഴുതിയിട്ടുണ്ടാവും. അതേപോലെ ഒരു ഹദീസ് ഇമാം ബുഖാരിയുടെ ഗ്രന്ഥത്തിൽ ഒന്നിലധികം പ്രാവശ്യം വന്നിട്ടുണ്ടാവും. അപ്പൊ ഇത് രണ്ടും ഒഴിവാക്കിയതാണ് മുഖ്തസർ എന്ന് പറയുന്നത്, ആവർത്തനമില്ലാത്തത്. അപ്പൊ ഒരു ഹദീസ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടാവും. അതേപോലെ ഇതിന്റെ ഇടയിലുള്ള വ്യക്തികളുടെ പേരുകളൊക്കെ ഒഴിവാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കേട്ട ഒരാളുടെ പേര് മാത്രമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ബുഖാരി, അല്ലെങ്കിൽ ബുഖാരിയുടെ ഗ്രന്ഥമാണ് ബുഖാരി, നമുക്കറിയാം. ബുഖാരി മുസ്ലിമിന്റെ ഒക്കെ മുഖ്തസർ കിട്ടും, ചെറിയ ഗ്രന്ഥം. 25 രൂപയാണ് ഞാൻ അന്ന് വാങ്ങിയത് അവിടെ ഉണ്ടായിരുന്നപ്പോൾ. ഇപ്പൊ ഇവിടെ എജ്യൂമാർട്ടിലെ കിട്ടും, കോഴിക്കോട്. അതുപോലത്തെ ഗ്രന്ഥങ്ങൾ നോക്കി വാങ്ങുക, എന്നിട്ട് എന്ത് ചെയ്യുക, വായിച്ചു പഠിക്കുക. ഹദീസൊക്കെ വായിച്ചാൽ നമുക്ക് പകുതിയും മനസ്സിലാവും. പിന്നെ കുറച്ച് പുതിയ വാക്കുകളൊക്കെ ഉണ്ട്. ഹദീസ് മാത്രം, ഹദീസിലുള്ള നമ്മൾ വായിക്കാത്ത, നമ്മൾ പഠിക്കാത്ത കുറെ പുതിയ വാക്കുകളുണ്ട്. ഇപ്പൊ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ ഫൈനൽ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ കുറെ പേരുണ്ട്, അല്ലേ? സഫീറ അണ്ടർസ്റ്റാൻഡ് കഴിഞ്ഞില്ലേ ഫൈനൽ? കഴിഞ്ഞതാണ്. ചെയ്തു കഴിഞ്ഞ്. നാസിഹ എനിക്ക് ഓർമ്മയില്ല. ഐമൻ, മാരിയക്കുട്ടി കഴിഞ്ഞ് ഫൈനല്. മാരിയക്കുട്ടി എവിടെയാണുള്ളത്? ലക്ഷദ്വീപാണോ? മാരിയക്കുട്ടി കേൾക്കുന്നുണ്ടോ? കഴിഞ്ഞു. എവിടെയാണ് നിങ്ങളുടെ സ്ഥലം? എവിടെയാണ്? ഇപ്പൊ അന്തമാനിലാണ്. ആൻഡമാൻ. ഏ ആൻഡമാൻ, ഓക്കെ. അപ്പൊ ഫൈനൽ കഴിഞ്ഞവരാണ് പലരും. അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിക്കാത്ത ഒരാളുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? നിങ്ങളുടെ പേരെന്ന് പറഞ്ഞ്? نعم يا شيخ. റഊഫ്. അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിക്കുന്നില്ലേ? ഇല്ല ഉസ്താദ്, ഇതുവരെ പഠിച്ചില്ല. അണ്ടർസ്റ്റാൻഡ് ഖുർആൻ ഇതുവരെ ചേർന്നില്ലേ? ഇല്ല, കോഴ്സിൽ ചേർന്നില്ല. നമ്മൾ തുടങ്ങിയപ്പോഴേ പറഞ്ഞായിരുന്നു അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിക്കുന്നത്. പിന്നെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നല്ലോ, അവിടെ പോയി? ഹസീന. പുതിയതായിട്ട് വന്ന ഒരാളുണ്ടല്ലേ? നേരത്തെ സംസാരം കേട്ടല്ലോ. ഞാൻ പഠിച്ചതാണ്. അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിച്ചാണ് നാസിഹ. ഞാൻ അറിയാം. ഏത് സെമസ്റ്റർ വരെ പഠിച്ചു? സെക്കൻഡ് സെമയായുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ഖുർആൻ ഫൈനലും ഇതിന്റെ 2 പാർട്ടും കൂടെ ആകുമ്പോഴത്തേക്ക് അറബി ഭാഷയിൽ നല്ല നോളജ് ആവും. എന്ത് ചെയ്യണം? അറബി പുസ്തകങ്ങൾ വായിക്കല്ലേ, ഇവിടെ വായിച്ചേക്ക്. കുറെ ആൾ വായിക്കുമ്പോഴത്തേക്ക് ഖുറാനൊക്കെ ഓതുമ്പോ നല്ല മനസ്സിലാവുന്നുണ്ട്, പഠിച്ചത്. അപ്പൊ 2 സെമ്മും കമ്മ്യൂണിക്കേറ്റ് അറബിയാകും മനസ്സിലാവുന്നത്. പിന്നെ 8 സെമസ്റ്ററും നിങ്ങളായപ്പോൾ എന്തായി കളിച്ചു നോക്കി. അപ്പൊ ഖുറാൻ വിട്ടിട്ട് ഹദീസിലേക്ക് പോകണം, 2ാമത്തെ സ്റ്റെപ്പ്. പിന്നെ താരീഖ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുക, കർമ്മശാസ്ത്ര ഗ്രന്ഥം, മറ്റേ ഇതൊക്കെ ഉണ്ട്. ഫിഖ് സുന്നയൊക്കെ ഉണ്ട്. ഫിഖ് സുന്നയൊക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഹദീസ് ഫിഖ് സുന്ന വാങ്ങിയാലും മതി. അപ്പൊ അതില് കർമ്മശാസ്ത്രപരമായ ഹദീസുകൾ ഉണ്ടാവും. ഹദീസുകൾ പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയ വിശദീകരണങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ നമസ്കാരത്തിന്റെ ഭാഗത്തെ നമുക്ക് എല്ലാ അറിയുന്ന സംഭവം. അപ്പൊ അങ്ങനെ തഹാറത്ത് കിതാബ് തഹാറത്താണ് തുടങ്ങുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് അറിയുന്നത്. ദീൻ ഈമാൻ ഉണ്ടാവും, കിതാബുൽ ഈമാൻ ഉണ്ടാവും. ഫിഖ് സുന്നയെ തുടങ്ങുന്നത് കിതാബ് തഹാറത്ത് പോലെ. അങ്ങനെ അപ്പൊ അതൊക്കെ നമുക്ക് അറിയുന്ന സംഗതികളായിരുന്നു. അതൊക്കെ നമ്മൾ വായിച്ചു പോകുമ്പോഴത്തേക്ക് അടുത്ത അറിയാത്ത കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. توفيق شيخ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين.
والحمد لله رب العالمين. إلى اللقاء بإذن الله. السلام عليكم.